ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പര അടിയന് വന്ന് പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി വിടുവയ്ക്കായി നിന്നോട് സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി വിതരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മള് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചായിരുന്നല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതില് നമ്മൾ പ്രധാനമായും വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ പറയുന്ന കാര്യം സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. സർദീസ് അടുത്ത സഭയാണ് സർദീസിലെ സഭ. അതായത് തുയദ്രയ്ക്ക് ഏകദേശം 50 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും സമ്പന്നവുമായ ഒരു പട്ടണമായിരുന്നു സർദീസ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നു. അപ്പോ അവിടുത്തെ ദൂതന് എഴുതുക, സർദീസിലെ ദൂതന് എഴുതുക എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുയേദ്ര സഭയെ കുറിച്ച് പഠിച്ചു. തുയേദ്ര സഭയിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അവിടെ നിക്കോദമ്യ ഉപദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ കള്ളപ്രവാചകിയുണ്ട്. അങ്ങനെ പലരെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലെ. കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവസാന അധ്യായം 22-ാം അധ്യായത്തില് വരുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്ന എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിലെ 7 ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവശത്തിലെ വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയുമെന്ന് ഇതിന്റെ അവസാന അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ 22-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു: നായ്ക്കളും ഛിദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകരും ബിംബാരാധിക പോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കത്തോലിക്ക മുതൽ CSC വരെയുള്ള സഭകൾ പ്രധാനമായും ഈ ഒരു ഭാഗത്തിൽ ബിംബാരാധന കൂടുതലായും അവർ കൊണ്ടുപോകുന്നു. ബിംബാരാധന കൂടാതെ തന്നെ തൃത്വ ആരാധനയും അവർ കൂടുതലായി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനത്തിൽ നിന്നൊന്ന് കൂട്ടുവാനോ ഒന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നീക്കിക്കളയുവാനും പാടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് പല സഭകൾ എന്ന് പറയുന്ന സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്നത്. അപ്പൊ തുയേദ്ര സഭകൾ ഇത്രയധികം, ഈ സഭകളെല്ലാം തന്നെ ഇത്രയും കർത്താവിനോട് ചേർന്നിരുന്നിട്ടും കർത്താവിന് അവരെ കുറിച്ച് കുറ്റമല്ലാതെ വേറൊന്നും പറയുവാനില്ല. അപ്പോ ഇപ്പോ സംഘടന എന്ന് പറയുന്ന സഭകൾ എന്ന് പറയുന്ന സംഘടനകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രമാത്രം കുറ്റങ്ങൾ കർത്താവിന് അവരോട് പറയുവാനുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല ആളുകളും ചിന്തിക്കും, ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും നന്നാക്കാൻ അറിഞ്ഞതാണ്. അല്ല, ഒരു ദൈവവചനം പ്രസ്താവിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ യെരമ്യാവ് ദേശത്ത് ദോഷം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ദേശം നശിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ്, യിരെമ്യാ പ്രവാചകന്മാരെ കൊണ്ട് ദൈവം ചില ദൂതുകൾ അറിയിക്കുമെന്ന് പറയുന്നത് പോലെയാണ് ദൈവവചനം ചില കാലങ്ങളിൽ നമ്മളോട് സംസാരിക്കും അല്ലെ. നമ്മള് സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അബ്രഹാമിനെ അറിയിച്ചതുപോലെ ചിലതൊക്കെ അറിയിക്കും എന്ന് പറഞ്ഞ് അത് ഒരാളെ നന്നാക്കാനുള്ള ഒരു സുവിശേഷമല്ല, അല്ലെങ്കിൽ എല്ലാവരും അതിലേക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ. നോഹ നീതി പ്രസംഗകനായിരുന്ന നോഹ പറഞ്ഞിട്ട് എത്ര പേര് കേട്ടു? ആരും കേട്ടില്ല. നോഹയുടെ കുടുംബം മാത്രമേ അതിനകത്ത് വന്നുള്ളൂ. അപ്പം സുവിശേഷം
എന്താണ് രക്ഷപ്പെടേണ്ടവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ സുവിശേഷത്തിന് ജോലിയുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊരു ജോലി സുവിശേഷത്തിനില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ നിർബന്ധിക്കുക, ഒരാളെ എന്ത് പറയുക, ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഉന്തിത്തള്ളി കയറ്റിവിടുന്ന പരിപാടി സുവിശേഷത്തിനില്ല. അതുകൊണ്ടാണ് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആരെയും നിർബന്ധിക്കുന്നുമില്ല, ആരെയും പ്രോത്സാഹിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പോ ഓരോ സഭയെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, അവർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കർത്താവ് അത് വലിയ മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോ നമ്മൾ ഓരോരുത്തരും ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവവചനത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായ തെറ്റ് തന്നെയാണ്. ദൈവസന്നിധിയിൽ അത് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലം വരും. ദൈവം ത്രിയേകനാണെന്നും തൃത്വമാണെന്നും ഏക ദൈവമെന്ന് ദൈവവചനം പഠിപ്പിച്ചിട്ട് ത്രിയേകനെന്നും തൃത്വം എന്ന് പറഞ്ഞാലും അത് തെറ്റാണ്, അല്ലേ? എവിടെയെങ്കിലും പിതാവ് പുത്ര പരിശുദ്ധാത്മാവെന്ന് കാണുമ്പോൾ അത് തൃത്വമാണെന്ന് പഠിപ്പിക്കുക, ത്രിയേകമാണെന്ന് പഠിപ്പിക്കുക, ഇതൊന്നും ദൈവവചനത്തിൽ ഒന്ന് കൂട്ടുകയാണ്. ഏകനിൽ നിന്ന് ത്രിയേകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് കൂട്ടിയവിടെ, അല്ലെ? തൃത്വം എന്ന് പറയുന്നു, ഇല്ലാത്ത ഒരു സംഗതി അതിനോട് ചേർത്ത് വെച്ചു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുകൊണ്ട്, അല്ലെ? അപ്പൊ ഞാനിത് പ്രസംഗിക്കുമ്പോൾ പല ആളുകളും അത് താഴെ വന്ന് കമന്റ് ഇടും, താങ്കൾ അറിയത്തില്ലാത്തതുകൊണ്ടാണ്, ബൈബിൾ വചനം ഞങ്ങൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പാടില്ല, അത് പ്രോത്സാഹിപ്പിക്കുവാനും പാടില്ല. കാരണം പുറത്തെ പിതാക്കന്മാരെന്ന് പറയുന്ന കുറെ ആൾക്കാർ AD 250 ശേഷം വന്ന ചില പിതാക്കന്മാർ, അല്ലെ, ചില പിതാക്കന്മാര് കൊണ്ടുവന്ന ചില മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഈ തൃത്വം എന്ന് ത്രിയേകം എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അപ്പം നമ്മളിത് മനസ്സിലാക്കണം, ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പഠിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലും ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? തൃത്വം തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പല പാസ്റ്റർമാരും പഠിപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ അവർ പറയുവാണ്, തൃത്വത്തിന് 3 പേരുണ്ട്, സമതുല്യരായ 3 പേരുണ്ട്, ദൈവങ്ങളല്ല, ചിലർ പറയും ദൈവങ്ങൾ ഉണ്ടെന്നും പറയും. അങ്ങനെയെല്ലാം പറഞ്ഞ് ജനത്തെ എങ്ങനെ വഴിതെറ്റിക്കാം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? നമ്മള് മുന്നോട്ട് വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ, അതായത് ദൈവത്തിന്റെ 7 ആത്മാവ്, അല്ലെ? 7 ആത്മാവ്. എന്താണ് 7 ആത്മാവെന്ന് നമ്മള് ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, അല്ലെ? ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചായിരുന്നു 7 ആത്മാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അതായത് വെളിപ്പാട് പുസ്തകം 1:4 നമ്മൾ വായിക്കുമ്പോ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ അസ്യയിൽ 7 സഭകൾക്ക് എഴുതുന്നു, ഇരിക്കുന്നവനും ഇരുന്നവരും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനമുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും എന്ന് 1:4 നമ്മൾ കാണുന്നു. അപ്പൊ 7 ആത്മാക്കൾ, 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അതെന്തായിരിക്കാം അങ്ങനെ പറയുന്നല്ലേ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നമ്മളുടെ എല്ലാം പ്രവൃത്തി ദൈവം അറിയുന്നുണ്ട്, അല്ലെ? 3 ദൈവമാണെന്നും 3 പേർ കൂടിയതാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ദൈവം ഇതെല്ലാം കണക്കിടുന്നു എന്നുള്ളതാണ്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞിട്ട് 3 പഠിപ്പിച്ചാൽ അത് തെറ്റ് തന്നെയാണ്, വളരെ തെറ്റായ പഠനമാണ്, അല്ലെ? എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, അല്ലെ?
2:2 നമ്മൾ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാതെ വണ്ണം അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അതാണ് ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് സർദീസിലെ സഭയോടും പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ എല്ലാ കാലത്തും എല്ലാ സഭകളിലും എന്തുണ്ടായിരുന്നു? കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, അല്ലെ? തെറ്റായ പഠനങ്ങൾ പഠിപ്പിക്കുന്ന കള്ള സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, കള്ള സഹോദരന്മാർ, കള്ള അപ്പോസ്തലന്മാർ ഉണ്ടായിരുന്നു എന്നാണ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, നീ മരിച്ചവനാകുന്നു, ആത്മീയമായി മരിച്ചവൻ. അവർക്കുണ്ടായിരുന്ന ജീവനുള്ള സഭയെന്ന കീർത്തി ഒരുപക്ഷെ വിശ്വാസികളുടെ മുമ്പുണ്ടായ തലമുറയെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ മതപരമായ പ്രവർത്തനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ടെന്നായിരിക്കും ചിലപ്പോൾ മനുഷ്യർ സഭാപരമായ പ്രവർത്തനങ്ങൾ എന്താണ് ആത്മീയ ജീവിതമായി തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലേ? അല്ലെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മതപരമായ പ്രവർത്തനങ്ങൾ, അല്ലെ? നമ്മള് ദൈവവചനത്തിൽ ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും മതമെന്ന് പറഞ്ഞാൽ അതെന്താണ്? അഭിപ്രായം മാത്രമാണ്, അല്ലെ? തെറുത്തുല്യനും ഓർഗിനും ഉണ്ടായ അഭിപ്രായങ്ങളാണ് പിന്നീട് തൃത്വമുണ്ടായതും ത്രിയേകമുണ്ടായതും നിത്യാവിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം ഉണ്ടായതും അവർക്കുണ്ടായ അഭിപ്രായ നിമിത്തമാണ്, ദൈവവചനത്തിൽ നിന്നുണ്ടായതല്ല ഇതൊന്നും. മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്, അല്ലെ? ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നുള്ളതാണ്. അപ്പൊ മതത്തിന്റെ ചിന്തകൾ, അല്ലെ, അഭിപ്രായ ചിന്തകളെല്ലാം എന്താണ്? മരിച്ചവന്റെ ചിന്തയാണ്. ദൈവവചനം പ്രസ്താവിക്കുന്നവൻ, ദൈവത്തിന്റെ ആത്മാവുള്ളവൻ ദൈവവചനവുമായിട്ട് മാത്രമേ അവൻ ബന്ധപ്പെട്ട് കിടക്കുകയുള്ളൂ. അതായത് മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായത്തിന്റെ പുറകെ പോകുന്നവനല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഉണർന്നുകൊള്ളുക. എന്താണ് ഉണർന്നുകൊള്ളുക? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉറങ്ങുകയാണ്, അല്ലേ? കുറച്ചു മുമ്പേ പറഞ്ഞ നിക്കോലിയ ഉപദേശങ്ങളും സാധാന്യ ഉപദേശങ്ങളും കള്ളപ്രവാചകന്മാരുടെ ഉപദേശങ്ങളും എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോ എന്താണ്? ഉറങ്ങുകയാണ്. ഇപ്പോൾ കർത്താവിലല്ല ഇപ്പോൾ എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. യേശു കർത്താവിലല്ല ഇപ്പോൾ സഭ കിടന്നു പോകുന്നു, യേശു കർത്താവിലല്ല സഭ ഇപ്പോൾ നിലനിൽക്കുന്നതെന്ന് അവർക്ക് എന്താകുന്നില്ല, അവരെ കുറിച്ച് ഇപ്പോൾ ദൈവത്തിന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു. അതാണ് ഉണർന്നുകൊള്ളുക, അല്ലേ? അപ്പം ബോധമില്ലാതെ ആത്മീയരായിട്ട് എന്താണ്? ആത്മീയമായി ഉറങ്ങുകയാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറക്കത്തില്ല ഇപ്പോ, അല്ലെ? ആരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ട്, ആരുടെയൊക്കെ ഉപദേശങ്ങൾ കേട്ട് അവരിപ്പോഴെന്താണ്? ആത്മീയമായി മരിച്ച്, അല്ലെ? ആത്മീയമായിട്ട് മരിച്ചുപോയി. ജീവനുള്ള ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എന്താണ് ഈ ചാവാറായ ശേഷിപ്പുകൾ, അല്ലെ? ശക്തീകരിക്കുക. സഭ എപ്പോഴും എന്താണ്? ആത്മീയമായ ആശയൊന്നും എന്ത് ചെയ്യുന്നില്ല, വകവെക്കുന്ന ഒരവസ്ഥയിലായിട്ട് തീർന്നിട്ടില്ല ഇതുവരെ. എന്താണ്? സത്യ വെളിച്ചത്തെ കുറിച്ച് പോലും അവർക്കിപ്പോ അറിവില്ലാതെ സഭ വേറൊരു റൂട്ടിലേക്ക് കടന്നു പോകുന്നതിനെ അത് കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ഒരാൾക്ക് പോലും ദൈവവചന വെളിപ്പാടുകൾ ലഭിക്കത്തില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ ആ സത്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മടങ്ങി വരണം, അല്ലെ? നിങ്ങൾ എവിടെ തെറ്റിപ്പോയോ അവിടുന്ന് മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവവചനം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കണം,
ദൈവവചനത്തിലെ എന്താണ് ആത്മീയമായ ആശങ്കയ്ക്ക് എന്താണ് വക കൊടുക്കുകയാണ്. കാരണം മരിച്ചവനെ പോലെയാണ് അല്ലെ, ചാവാറായ ശേഷിപ്പുകളെ എന്ത് ചെയ്യണം? ശക്തീകരിക്കണം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. എന്താണ്? ഒരിക്കലും പൂർണ്ണതയുള്ളതായിട്ട് കണ്ടില്ല എന്നാണ്. ദൈവസന്നിധിയിൽ പൂർണ്ണതയില്ല. സഭയ്ക്ക് പൂർണ്ണതയില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിപ്പാട് അവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ആ സഭയ്ക്ക് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നില്ല? പൂർണ്ണത കാണുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സന്നിധിയിൽ പൂർണ്ണത ഉള്ളതായിട്ട് കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്. അവിടെ എഴുതിയിരിക്കുക അടുത്ത വാക്യത്തിൽ, 3-ാം വാക്യത്തിൽ 3:3 വായിക്കുന്നു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത്. എന്താണ് ഈ പ്രാപിക്കുക, കേൾക്കുക? എന്താണ്? ദൈവവചനത്തെ കുറിച്ചാണ്. അപ്പൊ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പ്രാപിക്കുന്നില്ലാത്തിടത്തോളം കാലം എന്താണ്? കേൾക്കുകയും ചെയ്യാതെ പ്രാപിക്കുകയും ചെയ്യാതെ എവിടെയോ ആരോ പറഞ്ഞ അഭിപ്രായങ്ങളുടെ പുറകെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവസന്നിധിയിൽ പൂർണ്ണത കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയെന്ന് ഓർത്ത് അപ്പൊ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എങ്ങനെയെന്ന് ഓർത്ത്. എന്താണ് ഈ എങ്ങനെയെന്ന് ഓർത്ത്? വെളിപ്പാട് 2:5 നമ്മൾ വായിക്കുന്നു, എന്താണ് അവിടെ പ്രാപിച്ചത് അല്ലെ? എന്നെന്ന് ഓർത്ത് 2:5 വാക്യത്തിലേക്ക്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാന്നാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പൊ മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്യുകയാണ് അല്ലെ? ദൈവവചന വിരുദ്ധമായിട്ട് ചിന്തിച്ച ചിന്തകളും ദൈവവചന വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചതും ദൈവവചനപരമായി സുവിശേഷം ചെയ്തതും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തികൾ എന്ത് ചെയ്തത്, ദൈവത്തിനെതിരായി പ്രവർത്തികൾ ചെയ്തതൊക്കെയും അവസാനിപ്പിച്ച് മാനസാന്തരപ്പെടുവാൻ ദൈവവചനം ആഹ്വാനം ചെയ്യുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം അല്ലെ? അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ്, സർദീസിലെ സഭയോട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. കള്ളനെ പോലെയാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? വരവോ നാഴികയോ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല നമുക്ക്. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും. കള്ളൻ ആരോടെങ്കിലും പറഞ്ഞിട്ടാണോ വീട് കക്കാൻ വരുമ്പോൾ ആരോടെങ്കിലും പറയുമോ? ഇപ്പോ നമ്മുടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കള്ളൻ കക്കാൻ കയറുമ്പോ ആരോടെങ്കിലും പറഞ്ഞേച്ചാണോ വരുന്നത്? അല്ല, അങ്ങനെ ഒരിക്കലും വന്ന ഒരു പരിചയവും നമ്മൾക്ക് പോലും അറിയത്തില്ല, വേറെ ആർക്ക് പോലും അറിയത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവ്. അതുകൊണ്ട് ഓർത്ത് ചിന്തിച്ച് പ്രവർത്തിക്കുക. 24-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 43 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അല്ലേ? ആ വരവ് കള്ളനെ പോലെയാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള, കള്ളൻ രാത്രിയിൽ വരും പോലെ
കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിവതുമില്ല. 4-ാം വാക്യത്തിലിരിക്കുക, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല എന്ന് അവിടെ കാണുന്നു. അപ്പം അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവിന്റെ വരവ് കള്ളനെ പോലെ വരുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയില്ല എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം വാക്യത്തിൽ, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ. അല്ലെ, ഈ ഉടുപ്പ് മലിനമാകാത്തെന്ന് പറയുമ്പോഴത്തേക്കും പലരും ചിന്ത എന്താണ് ഈ ഉടുപ്പ് മലിനമായി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വെള്ള ഡ്രസ്സ് ധരിക്കുന്നതിനെ കുറിച്ചാണെന്നാണ് പല വലിയ ആൾക്കാരും ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന. വെള്ള ഡ്രസ്സ് ഇടുന്നത് കൊണ്ടാണ് അല്ലെ, ചില പാസ്റ്റർമാരൊക്കെ പ്രസംഗം വെള്ള ഡ്രസ്സ് ഇടണമെന്നൊക്കെ പറയുമ്പോ അതിനകത്ത് മനസ്സിലാക്കേണ്ട, വെള്ള ഡ്രസ്സ് ഈ പുറമേ ഉള്ള വിശുദ്ധിയാണ് എന്നുള്ളതാണ് അവരുടെ തെറ്റിദ്ധാരണകൾ. അല്ലെ, എബ്രായരുടെ ലേഖനം 12-ാം അധ്യായം, അതായത് അവിടെ കുറെ പേര് ചില സഭകളിൽ പോലും ആത്മീയമായി ജീവനുള്ളതും വിശുദ്ധിയെ പിൻപറ്റുന്നവരും ഉണ്ട്. അല്ലെ, കുറെ പേർ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എബ്രായർ 12-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പായിപ്പാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അല്ലെ, ദൈവത്തെ കാണണമെങ്കിൽ ശുദ്ധീകരിക്കപ്പെടണം, മാനസാന്തരപ്പെടണം. അല്ലെ, വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നവന് മാത്രമേ ആ ശുദ്ധീകരണം ലഭിക്കുകയുള്ളൂ. അല്ലെ, നമുക്ക് തന്നെത്താൻ ശുദ്ധീകരിക്കാൻ കഴിയുമോ? ഇല്ല. കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അവരുടെ രക്തത്താൽ കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നത് കർത്താവ് തന്നെയാണ്. 1 യോഹന്നാൻ 1:3 3:3 നമ്മൾ വായിക്കുന്നു. 1 യോഹന്നാൻ 3:3. John 3:3. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നവരെ തന്നെ നിർമ്മലീകരിക്കുന്നു. ആരിൽ പ്രത്യാശ വേണം? കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്കൊരു പ്രത്യാശ വേണം. ആ പ്രത്യാശ എന്ത് ചെയ്യുന്നു? അവൻ കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മളെ നിർമ്മലീകരിക്കുന്നു. അപ്പൊ ആ ഒരു ചിന്തയാണ് ഇന്ന് ആർക്കും ഇല്ലാത്തത്. എല്ലാവർക്കും വേറെ പലതിലുമാണ് എന്ന് പറയുമ്പോ അവരുടേതായ അഭിപ്രായങ്ങളിൽ അവരുടേതായ ചിന്തകളിലാണ് അവർ ശുദ്ധീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ പുറമേ ഉള്ള വിശുദ്ധിക്കാണ് അവർ പ്രാധാന്യം കൂടുതലായി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലെ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരായാൽ വെള്ള ധരിച്ചും കൊണ്ട് ഇപ്പൊ അവർ യോഗ്യന്മാരായാൽ. 2 തെസ്സലോനിക്കർ 1:5. 2 തെസ്സലോനിക്കർ 1:5. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ തന്നെ യോഗ്യന്മാരെ എണ്ണമെന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. അത് നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിന് നിങ്ങളെ തന്നെ യോഗ്യന്മാരായി എണ്ണുമെന്ന് എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടയാളമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തിനാണ്? നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന നിങ്ങൾ കഷ്ടപ്പെടുവാൻ ഹേതുവായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നിങ്ങളെ തന്നെ യോഗ്യന്മാരെ എണ്ണും എന്നിങ്ങനെ ദൈവത്തിന്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു. അതായത് ഇപ്പോൾ ഉള്ള കഷ്ടങ്ങൾ സാരമില്ല,
ഇവരായിട്ട് നിങ്ങളെ യോഗ്യരാക്കുന്ന കഷ്ടങ്ങൾ അതെന്താണ്? ഒരിക്കലും എന്താണ്? ദൈവത്തിന്റെ നീതിക്കുള്ള അടയാളമാണ് ആ കണ്ടുവരുന്നത്, അല്ലേ? അപ്പൊ എന്നെ കേൾക്കുന്നവർ കഷ്ടത്തിലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിൽ, അല്ലെ, യോഗ്യന്മാരാകുന്നതിന്റെ അടയാളമാണ് ആ കണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ യോഗ്യന്മാരാകിയാൽ അവരെന്ത് ചെയ്യും? വെള്ള ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കും. ഓ, വളരെ വലിയൊരു ഭാഗ്യമല്ലേ? വെള്ള ധരിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ നടക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജയിക്കുന്നവന് വെള്ളയുടുപ്പ്, ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ എന്ത് ചെയ്യും? വെള്ള ഉടുപ്പ് ലഭിക്കും, അല്ലേ? വെള്ളയുടുപ്പ്. വെള്ളയുടുപ്പ് ജയിക്കുന്നവന് ലഭിക്കുമെന്നാണ് പറയുന്നത്. വെള്ള ധരിച്ചുകൊണ്ട് കർത്താവിന്റെ കൂടെ നടക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും എന്റെ ദൂതന്മാർ മുമ്പിലും അവന്റെ പേര് ഏറ്റു പറയും എന്ന് പറയും. അത് പല ആളുകളും ചിന്തിച്ചു രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ ആളോട്, അല്ലെ, പേരെഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കെന്നാണ് പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയുടെ. അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞേനുമായിരുന്നു, ഞങ്ങൾ 3 പേരായിരുന്നു എന്ന് പറഞ്ഞേനുമായിരുന്നു. അങ്ങനെ പറയാത്തിടത്തോളം കാലം അങ്ങനെ വിശ്വസിക്കാനും പാടില്ല, അതും തെറ്റാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. കാരണം അതിന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയത്തില്ല. വെളിപ്പാട് പുസ്തകം 13:8 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി നിന്ന ആ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ, അവനെ സ്വീകരിച്ചവർക്ക് മാത്രമേ, ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ജീവന്റെ പുസ്തകത്തിൽ പേര് വരത്തുള്ളൂ. അല്ലാത്തവർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരില്ല. പേര് വേണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം, അവനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. 17:8 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോഴില്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകാനിരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ വരുവാനുള്ളതുമായ മൃഗത്തിന്റെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഭൂവാസികളൊക്കെയും കണ്ട് അതിശയിക്കും. അപ്പൊ ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? മൃഗത്തെ എന്ത് ചെയ്യേണ്ടി വരും? മൃഗത്തെ വണങ്ങേണ്ടതായി വരും. അതുകൊണ്ട് ചിന്തിക്കുക, കർത്താവിന്റെ രാജ്യത്തേക്ക് പോണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വെളിപ്പാട് പുസ്തകം 20:12 നമ്മൾ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:12, 15 നമ്മൾ വായിക്കുന്നു. മരിച്ചവർ വൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോ പുസ്തകങ്ങൾ തുറന്നു എന്നാണ് പറഞ്ഞത്. മരിച്ചവർ അവർ സിംഹാസന മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. അപ്പൊ 2 പുസ്തകങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? ഇംഗ്ലീഷിൽ അനദർ ബുക്ക് വാസ് ഓപ്പൺഡ്, മറ്റൊരു ബുക്ക് കൂടി അവിടെ തുറന്നു എന്ന് വായിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും, അല്ലേ? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ
തീ പൊയ്കയിലേക്ക് തള്ളപ്പെടുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 21:7 വെളിപ്പാട് പുസ്തകം 21:7 വായിക്കുന്നു. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ജയിക്കുന്നവന് ഇത് അവകാശമായി കൊടുക്കും. ഞാൻ അവന് ദൈവമായിരിക്കും, അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പോ വലിയൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാം എന്ത് ചെയ്യും? മക്കളായി മാറും. കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ മാത്രമേ മകനെന്ന് വിളിക്കുവാനുള്ള അധികാരം നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ലാതെ മകനാകുകയില്ല, അല്ലേ? ഞാൻ ഒരു കാര്യം സത്യത്തിൽ പറയുകയാണ്, ദൈവത്തിന് വേറെ മക്കളൊന്നുമല്ല, നമ്മളാണ് ദൈവത്തിന്റെ മക്കൾ. അക്കാര്യം നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. കാരണം ദൈവത്തിന് വേറെ പുത്രന്മാരുണ്ട്, അല്ലെങ്കിൽ വേറെ പുത്രനുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ദൈവത്തിന്റെ യഥാർത്ഥ മക്കൾ എന്ന് പറയുന്നത് നമ്മളാണ്, മനുഷ്യരാണ് യഥാർത്ഥ മക്കൾ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ആദം ഹവ്വയും ഉണ്ടാക്കുമ്പോൾ തന്നെ അവനെന്താണ്, സ്വന്തം മകനെയും മകളെയും പോലെയാണ് അവനവര് സൃഷ്ടിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്തു? പാപത്തിൽ വീണുപോയി. അതാണ്, തന്റെ മക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി വെളിപ്പെട്ട്, അല്ലെ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പോ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിൽ അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. അവന്റെ പേരെന്ത് ചെയ്യും? ഏറ്റുപറയും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന് 32-ാമത്തെ വാക്യം. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്വനായ എന്റെ പിതാവിൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അല്ലെ? ഇത് മനുഷ്യനായിട്ട് നമ്മുടെ പേര് ഏറ്റുപറയുകയാണ്. 10:32 പറയുന്നു, ഞാൻ അവന് ദൈവമായിരിക്കും. യേശു കർത്താവ്, അല്ലെ? നമ്മൾ അവന്റെ പുത്രനായാൽ മാത്രമേ അവൻ നമുക്ക് പിതാവാകത്തുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പാപം ചെയ്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പാപിയായി നിൽക്കുമ്പോൾ അവൻ എന്താണ്? ജ്യേഷ്ഠനായി നിൽക്കുകയാണ്. ഒരു ജ്യേഷ്ഠൻ അനിയനെ വിടുവിക്കുന്നത് പോലെ അവൻ നമ്മളെ വിടുവിക്കാനായിട്ട് മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു, അല്ലേ? പിതാവ് ജ്യേഷ്ഠന്റെ റോള് ചെയ്യുന്നു. അതുകൊണ്ടാണ് എബ്രായർ ലേഖനത്തിൽ പറയുന്നത്, അല്ലെ? അപ്പോ അത് മനസ്സിലാക്കണം, എന്താണ് പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ എന്നുള്ള കാര്യം മറന്നു പോകരുത്, അല്ലേ? ആദ്യ ജാതനാണ്. പാപം ചെയ്യാത്തവർക്ക് ആദ്യ ജാതനായി, അല്ലെങ്കിൽ അല്ലെ, നമുക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി, നമുക്ക് മാതൃക കാണിക്കാൻ വേണ്ടി നമ്മളെ ദൈവസന്നിധിയിൽ അവന്റെ മകനും മകളുമായി നിർത്തേണ്ടതിന് അവൻ എന്ത് ചെയ്തു? സ്വയാഗമായി മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു, അല്ലെ? വേഷത്തിൽ മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ള സത്യമാണ് ഓരോരുത്തരും മറന്നു പോകരുത് എന്ന് ഉത്തരണത്തിൽ ഓർപ്പിക്കുന്നു. അപ്പൊ 6-ാമത്തെ വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുള്ളവനെ ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ആരെയും നിർബന്ധിക്കാൻ നമുക്ക് കഴിയില്ല. അതല്ല സുവിശേഷം. ആരെയും നിർബന്ധിക്കുന്നതല്ല, ആരെയും പിടിച്ചേൽപ്പിക്കുന്നതല്ല സുവിശേഷം. കാരണം മനസ്സ് മാറി വരുന്നതാണ് സുവിശേഷം, അല്ലെ? അത് ഒരാളുടെ സെൽഫാണ്, അല്ലെ? ഒരാൾ തീരുമാനിക്കുകയാണ്, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. അതൊരു മതം മാറ്റമല്ല. പല ആളുകളും ചിന്തിച്ചു വെച്ചാൽ മതം മാറുകയാണ്. അല്ല, അവരവരുടെ സത്യം അവർ മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് അവർ നീങ്ങുന്ന കാഴ്ചയാണത്. അല്ലാതെ ഒരിക്കലും ആരും നിർബന്ധിച്ച ഒരാളെ, അല്ലെങ്കിൽ ഒരാളെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നതല്ല. അവിടെ എഴുതിയിട്ടുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ചെവി തന്നിരിക്കുന്നത് എന്തിനാ? കേൾക്കാനാണ്. കേൾത്ത് നിന്റെ മനസ്സിന് മാറ്റം വരുത്തും. ഈ കാലങ്ങളിൽ ദൈവമക്കൾ എത്ര പേർ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്, അല്ലെ? ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ തീപ്പൊയ്കയിൽ നിശ്ചയമായിട്ടും തള്ളിയിടും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവത്തെ വിളിക്കുന്ന എല്ലാ ജനങ്ങളും, അല്ലെ, കർത്താവിനെ സ്വീകരിക്കുന്ന, കർത്താവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ജീവിക്കുവാൻ
എല്ലാ ദൈവമക്കൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.